ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നായന്മാരെ പറ്റിയാണ്. എൻ്റെ അച്ഛൻ പണ്ട് നായന്മാരെ പറ്റി ഒരു ശ്ലോകം ചൊല്ലിയിരുന്നത് വളരെയേറെ പൊതുമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. തറവാടുത്തവും തണ്ടും തന്തേരാഴി ഇങ്ങനെ തകാരത്രയും മൊത്തത്തിൽ സംശയിക്കേണ്ടത് നായര. തറവാടുത്തവും തണ്ടും തന്തേലാഴി ഇങ്ങനെ തകാരത്രയും മൊത്തത്തിൽ സംശയിക്കേണ്ടത് നായര. ഈ നായർ എന്ന ഒരു വിഭാഗം, ഒരു ജാതി കേരളത്തിൽ വളരെയേറെ പ്രാമുഖ്യമുള്ളൊരു ജാതിയാണ്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാർ, സാഹിത്യകാരന്മാർ, നടന്മാർ, സാംസ്കാരിക നായകന്മാർ, അഭിഭാഷകർ, അങ്ങനെ നോക്കിയാൽ ഏറ്റവും കൂടുതലുള്ള നായന്മാരല്ല. വിദ്യാഭ്യാസപരമായി ബൗദ്ധിക തലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നായന്മാരാണ്. സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിൽ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ഓരോരുത്തരെയും എണ്ണി പറഞ്ഞാൽ നായന്മാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് രാഷ്ട്രീയ നേതാക്കൾ. പിന്നെ നായർക്കൊക്കെ ചില പ്രത്യേകതകളുണ്ട്. നായരുടെ നിലപാടുകളുണ്ട്. അപ്പപ്പോൾ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്ന കൂട്ടത്തിലുള്ള നായന്മാർ. അത് നിലപാടിൽ ഉറച്ചേക്കും. അതുകൊണ്ട് പല ദോഷങ്ങളും നായന്മാർക്കുണ്ടാവുകയും ചെയ്യും. ചില ഇടങ്ങളിൽ ക്രിസ്ത്യാനികളുടെ ഇടയിലാണെങ്കിൽ പോലും നായരാണെന്ന് പറഞ്ഞാൽ ഒരു അംഗീകാരം പലയിടത്തുമുണ്ട്. ഞാൻ ജാതി പറഞ്ഞ് വേർതിർത്തിയും കാണിക്കുകയല്ല. പക്ഷേ ഓരോ വിഭാഗത്തിനും ഓരോ സ്വഭാവം, പ്രത്യേകത ഉണ്ട്. അത് നായരുടെ സ്വഭാവമാണ്. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നുള്ള അഹങ്കാര ബുദ്ധിയുള്ള ഒരു വർഗമാണ് നായർ. അതുപോലെ കാഴ്ചയിൽ സൗന്ദര്യം, പൗരുഷം ഒക്കെയുള്ള ആൾക്കാരാണ് നായന്മാർ കൂടുതലും. കേരളത്തിൽ ഈ നമ്പൂതിരിമാരുണ്ടെങ്കിലും നമ്പൂതിരിമാർക്കൊന്നും നായന്മാർ അത്രയും കാഴ്ചയിൽ സൗന്ദര്യമുള്ളവരല്ല. ആണായാലും പെണ്ണായാലും നല്ല കാഴ്ച ഭംഗിയുള്ള ആൾക്കാരാണ് നായന്മാർ. അത് നായന്മാരെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് ഞാൻ വെറും ഒരു ചുമ്മാതുള്ള അടിസ്ഥാനത്തിലല്ല. നിങ്ങൾ ഓരോരുത്തരെയും വിലയിരുത്തി സാഹിത്യകാരന്മാർ, രാഷ്ട്രീയക്കാർ, ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിലെ ഏറ്റവും കൂടുതൽ നായന്മാരാണ് അതിലെ നേതാക്കൾ, മന്ത്രിമാർ. അത് LDF ആയാലും UDF ആയാലും. അതിന് കേരളത്തിലെ ഒരു നിസ്സാര വിഭാഗമല്ല നായർ. ഇവിടുത്തെ ഭരണം നിയന്ത്രിക്കുന്നതും സാമൂഹികവും സാഹിത്യപരവുമായ സാംസ്കാരികപരമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും ആയ ഒരു ചെറിയ വിഭാഗമെങ്കിലും വളരെ പ്രബലമായ ഒരു വിഭാഗമാണ് നായർ. ബുദ്ധി കൊണ്ട് ഉന്നതിയിലേക്ക് പോകുന്ന ഒരു വിഭാഗമാണ് നായർ. എന്നാൽ നായർ സാമ്പത്തികമായിട്ട് പിന്നോക്കവുമാണ്, ബൗദ്ധികപരമായിട്ട് മുന്നോട്ടുമാണ്. അത് ആ ഒരു വിഭാഗത്തിൻ്റെ പ്രത്യേകതയാണ്. ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറയുമ്പം ഈ വീഡിയോയുടെ അടിയിൽ പല തെറികളും വരാം. പക്ഷേ എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് നായരെ പറ്റിയുള്ള ഞാൻ ഈ പറഞ്ഞത്. പഴയ മാടമ്പിത്തരങ്ങളും നാട്ടുവാഴി മേൽക്കോയ്മയും ഒന്നുമില്ലെങ്കിലും നായരോട് എല്ലാ വിഭാഗത്തിലുള്ളവർക്കും വളരെ അസൂയയുണ്ട്. അത് അവരുടെ കഴിവുകൾ കൊണ്ട് മാത്രമാണ്. ഇപ്പോഴും കേരളത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്നത് നായരാണ്. സംശയമുണ്ടെങ്കിൽ നോക്കിക്കൊള്ളുക. അത് ആര് ഭരിച്ചാലും, ഇനി എത്ര കാലം ഭരിച്ചാലും നായരായിരിക്കും. എല്ലാവർക്കും അസൂയുള്ള ഒരു ജാതിയുമാണ് നായർ. വലിയ നായര എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. നായരുടെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നായരുടെ തണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. അന്നേരം നായർ ഇക്കാര്യങ്ങളിലെല്ലാം മേൽക്കോയ്മയുള്ള ഒരു ജാതിയാണ്. അതുപോലെ നായന്മാരുടെ പൂർവിക തലമുറ മുടിപ്പിച്ച് കളഞ്ഞാലും ഇപ്പോഴത്തെ തലമുറയെല്ലാം നല്ല രീതിയിൽ അധ്വാനിച്ച് നല്ല രീതിയിൽ ജീവിതം കരിപ്പിടിപ്പിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നായന്മാർ ഒരു ചെറിയ വിഭാഗമല്ല, നല്ല പ്രബലമായ വിഭാഗമാണ്. അവർ ബൗദ്ധികപരമായി ഏറ്റവും കൂടുതൽ കഴിവുള്ളവരാണ്. ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന വർഗമാണ്. അതുകൊണ്ട് നായന്മാരെ അംഗീകരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. നായന്മാർ മോശക്കാരല്ല. നന്ദി, നമസ്കാരം.